അല്ലാതെ ഒരു സാധാരണ വ്യക്തി എന്നുള്ള ഒരു മലയാളി എന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു എന്നോ സംസാരിക്കുന്നതാണെങ്കിൽ അത് ഇതെല്ലാം തെറ്റായ സമീപനമാണ്. എല്ലാ സമയത്തും ഉദ്യോഗസ്ഥർക്ക് പോലും തെറ്റുപോകുന്നത് അവർക്ക് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ചുമതലയെ പറ്റി ഒരു കൺഫ്യൂഷനാണ്, ചുമതലയെ പറ്റി ഒരു സംശയമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് തകർച്ച. ഗുജറാത്തിൽ എന്തുകൊണ്ട് 30 പോലീസ് ജില്ലകളിൽ 11 ജില്ലകളിലാണ് റൈഡ്സ് നടന്നത്? കാരണം അവിടെയുള്ള പോലീസുകാര് ഒന്ന് മോദി സാഹിബിന്റെ കാക്കപിടുത്തക്കാരായിട്ട് പെരുമാറി, രണ്ട് അവരുടെ ഒരു 50% ആളുകളെങ്കിലും അവരെ ഒരു ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിലല്ല ചിന്തിച്ചത്, ഹിന്ദുക്കൾ എന്നുള്ള നിലയിലാണ് ചിന്തിച്ചത്. ഒരുപക്ഷെ ഹിന്ദുക്കൾ എന്ന നിലയിൽ ചിന്തിച്ചപ്പോൾ അവർ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയിരിക്കാം. അത് ഏറ്റവും നിയമവിരുദ്ധമാണ്, അധാർമികമാണ്, മഹാപാപമാണ്. ആ പാപത്തിന്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് കൂട്ടക്കൊല നടന്നത്. ഇത് ഞാൻ പറയണം. അപ്പൊ ഞാൻ ഭരണഘടനയുടെ 51 ഇതിൽ അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 51A എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42ാം ഭരണഘടന അമെന്റ്മെന്റ് അനുസരിച്ചിട്ട് മിസസ് ഗാന്ധിയുടെ സമയത്ത് കൊണ്ടുവന്നതാണ്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഓരോ പൗരന്റെയും ഡ്യൂട്ടിയാണ്. അത് നടപ്പാക്കാനൊക്കെ ഉള്ള അധികാരം ഗവൺമെന്റിന് കൊടുത്തിട്ടില്ലെങ്കിലും അത് ഡ്യൂട്ടിയാണ്. പലരും അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ് ഈ പല നരകത്തിന് കാരണം. വിശ്വാസവിശുദ്ധിയും സമർപ്പിത യൗവനവും ഈ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ ആദർശങ്ങളും നമ്മളുടെ ഭരണഘടനയുണ്ട്. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ 1500 BC തൊട്ട് നമുക്കൊരു സംസ്കാരമുണ്ട്. 1500 BC-യിലാണ് എല്ലാം ക്രിട്ടിക്സ് പോലും, അതായത് വിമർശകർ പോലും പറയുന്നത് ഋഗ്വേദം സംഹരിച്ചത്, ഋഗ്വേദം ക്രോഡീകരിച്ചത്. ആ ഋഗ്വേദം ക്രോഡീകരിച്ച ആ സമയത്ത് നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പലതവണ വളരെ താഴ്ന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്, അധപ്പതിച്ച് പോയിട്ടുണ്ട്, നാശോന്മുഖമായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം പുതിയ പുതിയ നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയാണ് ഒരേ ഒരു രാജ്യം, പല പല നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വൈദിക സംസ്കാരം നശിച്ചു വന്നപ്പോഴാണ് ബുദ്ധന്റെ നവോത്ഥാനം ഉണ്ടായത്. ബുദ്ധൻ, ആജീവകന്മാര്, ജൈനൻ, അധ്വാന മഹരന്റെ 6ാം നൂറ്റാണ്ട് BC-യിൽ ഉണ്ടായി. അത് നശിച്ചു വന്നപ്പോഴാണ് അടുത്ത് തെക്കേ ഇന്ത്യയിലെ ഈ സംഘപരിവാരം പറയാനേ പാടില്ല, മഹാഭാവമാണ് ഇതിനകത്ത്. സംഘ ലിറ്ററേച്ചർ, സംഘ സംസ്കാരത്തിന്റെ ഇതുണ്ടായി. തിരുക്കുറലും ചിലപ്പതികാരവും. അത് കഴിഞ്ഞാണ് ഭക്തി പ്രസ്ഥാനം ഇസ്ലാമിന്റെ മഹത്തായ ആദർശങ്ങൾ, ബ്രദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ഫാദർഹുഡ് ഓഫ് മാൻ, ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻ, അതനുസരിച്ചുണ്ടായതാണ്. അത് കഴിഞ്ഞാണ് ബംഗാളി നവോത്ഥാനം. ആ ബംഗാളി നവോത്ഥാനത്തിന്റെ ഫലമാണ് സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമാണ് നമ്മൾ ഈ രീതിയിൽ കൂടാനുള്ള ഒരു ധൈര്യവും അതിനുള്ള അന്തരീക്ഷവും കിട്ടിയത്. പക്ഷേ ആ നവോത്ഥാനം ഇപ്പൊ രാത്രിയിലെത്തിയിരിക്കുകയാണ്. അടുത്ത നവോത്ഥാനം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കൂ. എല്ലാ ആളുകൾക്കും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം ഉണ്ടായതുപോലെ ബംഗാളി നവോത്ഥാനം തുടങ്ങി വെച്ചത് അതിന്റെ ഉദയസൂര്യൻ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ, പ്രഭാത ചന്ദ്രനായ, പ്രഭാത നക്ഷത്രമായ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ആ ബംഗാളി നവോത്ഥാനത്തിന്റെ സാംസ്കാരികമായ ഉച്ചകോടിയിൽ എത്തി നിന്നയാള് രവീന്ദ്രനാഥ് ടാഗോർ ആയിരുന്നു. ആ ബംഗാളി സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രതീകം മഹാത്മാഗാന്ധി ആയിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ന്യായമായിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായത്. അത് തകർന്നു വരികയാണ്. അന്നത്തെ ആളുകളെ പോലെയല്ല. വീണ്ടും ഓരോ കാലത്തുണ്ടായതുപോലെ ആ ബംഗാളി നവോത്ഥാനത്തിൽ നിന്ന് എത്രയോ ദൂരെ പോയി കഴിഞ്ഞു. ഇന്ന് ഭരണവർഗത്തിലിരിക്കുന്നവരായാലും സാംസ്കാരിക ഉന്നതിയിലിരിക്കുന്ന സാംസ്കാരിക നേതാക്കന്മാരായാലും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന നേതാക്കന്മാരും ആയാലും അവരെല്ലാം അഭിജാത വർഗം, ദി എലൈറ്റ് ഡീഗ്രേഡന്റായി, എലൈറ്റ് നാശോന്മുഖമായ രീതിയിൽ തകർന്നുപോയി, അധാർമികമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവരെല്ലാവരും ഇന്ന് ഒരു ഭൗതികതയിൽ അടിമപ്പെട്ട് പൈസ ഉണ്ടാക്കാനും ഈ ലക്ഷ്മി പൂജ നടത്തുന്നവരാണ്. സരസ്വതിയോട് ആരും താല്പര്യമില്ല, അറിവിനോട് താല്പര്യമില്ല. അതാണ് ഈ രാജ്യത്തിന്റെ ഈ സ്ഥിതി. അപ്പൊ ഈ വിശ്വാസ വിശുദ്ധിയാണ് നമുക്കിന്ന് വേണ്ടത്. എനിക്ക് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, മതമൗലികവാദമാണ് വർഗീയതയായിട്ട് മാറുന്നത്, വർഗീയതയാണ് തീവ്രവാദമായിട്ട് മാറുന്നത്, തീവ്രവാദമാണ് ഭീകരവാദമായിട്ട് മാറുന്നത്, ഭീകരവാദമാണ് വളരെയധികം ഹിംസയ്ക്കുള്ള പ്രേരണ യുവാക്കൾക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന് വലിയ ഭീഷണി. എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്. നമുക്കാണ് വലിയ ഭീഷണി പാകിസ്ഥാനിലാണ്. അതോടൊപ്പം തന്നെയുള്ള ഭീഷണി അഫ്ഗാനിസ്ഥാനിലാണ്. അതിനപ്പുറത്ത് ഇറാഖിലും ഭീഷണിയാണ്. ഇറാൻ ബെറ്ററാണ്. ഇവിടെ ഇപ്പൊ സിറിയയിൽ പ്രശ്നമാണ്. ഇതെല്ലാം പ്രധാന കാരണം ഈ വിധത്തിലുള്ള വിശ്വാസ വിശുദ്ധി ഇല്ലാത്തതാണ്. വിശ്വാസ വിശുദ്ധി എന്ന് പറഞ്ഞാൽ മൗലികവാദം തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ മൗലികവാദികൾ എന്ന് പറയുന്ന ആ പദം മാറ്റിയിട്ട് വ്യാജ മൗലികവാദികൾ എന്ന് പറയണം. ഏറ്റവും മഹത്തായ തത്വങ്ങളാണ്. ഞാൻ എന്റെ അല്പജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലും ഭഗവത്ഗീതയിലും ദശോപനിഷത്തുകളിലും ആരണ്യകങ്ങളിലും ഋഗ്വേദത്തിലും യജുർ സാമ അഥർവവേദത്തിലും
ബുദ്ധന്റെ ധർമ്മപദത്തിലും ഭദ്രബാഹുവിന്റെ ജൈനന്മാരുടെ പുസ്തകമായ കൽപ്പസൂത്രത്തിലും അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അത് ആ കാലഘട്ടത്തിന് അനുസരമായ വേഷവിധാനം ചെയ്തുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഏറ്റവും പുരാതനമായ ഋഗ്വേദത്തിലെടുക്കാം, സംഘദ്ധത്വം സംവദത്വം സമോപനാസജാനതം ദേവോഭാഗം വിധിച്ചേനം സമാനോ മനസ, സമാനോ ചിന്ത. ഒന്നിച്ച് ജീവിക്കൂ, ഒന്നിച്ച് ചിന്തിക്കൂ, ഒന്നിച്ച് നടക്കൂ, ഒന്നിക്ക് ഉറങ്ങൂ, ഒന്നിക്ക് ഭക്ഷണം കഴിക്കൂ. ആ ഒന്നിക്ക് നടന്നില്ല. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് അൺടച്ചബിലിറ്റി ഇവിടെ നിർത്തിയത്, അസ്പർശനം നടത്തി. 1835 വില്യം ബെന്റിക് പ്രഭുവാണ് നമുക്ക് ആദ്യമായി സതി നിർത്തൽ ചെയ്തത്. അപ്പോൾ നമ്മളവിടെ ആദർശം എവിടെ നിൽക്കുന്നു, നമ്മുടെ പ്രവർത്തനം എവിടെ നിൽക്കുന്നു. അപ്പോൾ മൂലമായ ആദർശത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഇസ്ലാം പറഞ്ഞത്. ഒരു സംശയമില്ലാതെ പറഞ്ഞു, നിങ്ങളുടെ അയൽഭാഗത്തിൽ കിടക്കുന്ന അയൽക്കാരെ ആളുകൾക്ക് പട്ടിണി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം നിഷിദ്ധമാണെന്ന് പറഞ്ഞ ആളുകൾ, ഞാൻ ഒരിക്കൽ ഒരു മൗലവിയോട് ചോദിച്ചു, എനിക്ക് വലിയ പരിചയമുള്ള ലക്ഷ്മണ ഒരു മൗലവിയോട്, മൗലവി സാറേ, ഈ സ്വർഗം നിഷിദ്ധം എന്ന് പറയുന്നത് അയൽവാസി ക്രിസ്ത്യാനിയോ ഹിന്ദു ആണെങ്കിൽ അവന്മാര് പട്ടിണി കിടന്ന ഒരു കുഴപ്പമില്ലല്ലോ. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അയൽവാസി ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവനെ തീറ്റിപ്പോറ്റ് തന്നെ വേണം. അങ്ങനെ ആകുമ്പോൾ ഇത്രയും വഴക്കെന്തിനാ സാറേ ഉണ്ടാക്കുന്നത്? ഈ കമ്മ്യൂണൽ റൈറ്റ്സിന്റെ ആവശ്യം ആലോചിക്കേണ്ടതാണ്. Blessed are the pure at heart, they shall see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് ക്രിസ്തു പറഞ്ഞത് ഇത് തന്നെയാണ്. ഹൃദയത്തിന് ശുദ്ധി, സത്യം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിൽ ആനന്ദം കിട്ടും. സച്ചിദാനന്ദം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ബ്ലസ്ഡ് ആർ ദി പീസ് മേക്കേഴ്സ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കും. ഒരു വശത്തെ പോലീസുകാരെ പറ്റി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ പ്രവാചകൻ ആദ്യമായിട്ട് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. സമാധാനം എല്ലാ പോലീസുകാരും ഉണ്ടാക്കില്ലായിരിക്കാം, ചില പോലീസുകാരെങ്കിലും സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരെങ്കിലും ക്രൈസ്റ്റ് പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പൊ ഇന്നത്തെ ഈ സ്ഥിതിയിലേക്ക് എന്തുകൊണ്ടു? അത് കാരണം ഈ ഭൗതികതയുടെ അതിപ്രസരം കൊണ്ട് ആത്മീയത മതസ്ഥാപനങ്ങളിൽ നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ്. ആത്മീയത മതസ്ഥാപനങ്ങൾ ത്യജിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആശ്രമങ്ങളും ഈ ദർഗകളും വലിയ ബിഷപ്പ് സ്ഥാപനങ്ങൾ നടത്തുന്ന നോക്കണം. അവിടെ അവർ ആർഭാടമാണ് കാണിക്കുന്നത്. ഞാൻ ആരെയും പ്രത്യേകിച്ച് ക്രിറ്റിസൈസ് ചെയ്യില്ല. ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? ഇന്ത്യയുടെ സ്ഥിതി മതത്തിന്റെ അപകടത്തിലല്ല, മനുഷ്യ ജീവ അപകടത്തിലാണ്. മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. അവരുടെ അവകാശങ്ങൾ കിട്ടുന്നില്ല. നമ്മളിവിടെ സന്തോഷമായിട്ട്, നിങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിരിക്കും, ഞാനും ബിരിയാണി വാങ്ങിച്ചാൽ കഴിച്ച ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ തിന്ന് സന്തോഷമായിട്ടിരിക്കട്ടെ. ഇന്ന് ഈ സമയത്ത് നമ്മുടെ സഹോദരി സഹോദരന്മാരായ 5 ലക്ഷം ആളുകള് മനുഷ്യന്റെ ബലം തലയിൽ ചുമക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഇവിടുത്തെ മത നേതാക്കന്മാർ ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ ബ്രിട്ടനിലും കാനഡയിലും അമേരിക്കയിലും ഗ്രീസിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലും കടലിലും ഏജൻസിയിലും മറ്റും എത്രയോ ഐലൻഡ്സ് ഓൺ ചെയ്യുന്ന സ്വാമിമാരുണ്ട്. ഞാൻ സ്വാമിമാരെ വിരുദ്ധമായിട്ട് പറയുന്നില്ല, ഞാൻ ഒരു പ്രാക്ടീസിങ് ഹിന്ദുവായിട്ട് അവരെ പറ്റി പറയുന്നതാണ്. അവർക്ക് ഇത്രയധികം സമ്പത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ തലയിൽ മലം ചുമക്കുന്നവരുടെ പ്രശ്നത്തിനെ അവരെ വിമോചിപ്പിച്ചുകൂടാ? 2, ഇന്ത്യയുടെ 1ാം സ്ഥാനം എന്തിനെന്നറിയാമോ? നമ്മളാണ് നമ്മുടെ നാട്ടിലെ പൈസ മോഷ്ടിച്ച് സ്വിറ്റ്സർലൻഡിലും ലിച്ചൻസ്റ്റീനിലും ലക്സംബർഗിലും മൗറീഷ്യസിലും ഏറ്റവും കൂടുതൽ പൈസ ഇട്ടിട്ടുള്ളത്. ആഫ്രിക്കയിലെ സഹാറൻ രാജ്യങ്ങളിൽ പോലും ഇത്ര അഴിമതിയില്ല. ബംഗ്ലാദേശ് പോലും നമ്മുടെ അത്ര അഴിമതിയില്ല. ഇതാണ് നമ്മുടെ മേന്മ. ഈ മേന്മയ്ക്ക്, ഈ വിധത്തിലുള്ള തകർച്ചയ്ക്ക് കാരണം ഇവിടുത്തെ സാംസ്കാരിക നേതാക്കന്മാരും മത നേതാക്കന്മാരും അംഗീകരിക്കണം. മതങ്ങൾ തമ്മിലുള്ള സംഘടനകളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വാസ്തവത്തിൽ വേണ്ടത് മനുഷ്യരെ ശുദ്ധീകരിക്കുകയാണ്. ഓരോ മതങ്ങളിനകത്തുള്ള ആളുകളും സ്വന്തമായിട്ട് അവരുടെ ആത്മീയതയിലേക്ക് തിരിച്ചു പോകണം. ആത്മീയവത്കരണമാണ് നമുക്ക് വേണ്ടത്. ആ പുതിയ ആത്മീയവത്കരണത്തിന് വേണ്ടി വിശ്വാസ വിശുദ്ധി സമർപ്പിത യോഗം തന്നെ വേണം. ഇപ്പൊ വിശ്വാസ വിശുദ്ധിയില്ല. വിശ്വാസം എന്ന് പറഞ്ഞത് താടി വെച്ചിട്ട് ഒരു നമാസ് ചെയ്താലേ എനിക്കുള്ള വിശ്വാസിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിക ജീവിതരീതി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിച്ചാലേ അത് ശരിയാവുള്ളൂ. ഈയിടയ്ക്കുള്ള ഒരു പാകിസ്ഥാനി ഫിലിം ഞാൻ കണ്ടു, വളരെ നന്നായിട്ട് നാസറുദ്ദീൻ ഷാ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചർച്ച വന്നപ്പോൾ 2 മൗലവിമാർ പറഞ്ഞപ്പോഴേ അദ്ദേഹം പറയുന്നുണ്ട്, ദീൻ മേൻ ദാടി ഹേ, ദാടി മേൻ ദീൻ നഹി. മതത്തിൽ താടി ഉണ്ട്, പക്ഷേ താടിയിൽ മതമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ കുറിയിട്ടവനെല്ലാം നല്ല ഹിന്ദുവാണ്. ഈ കുറിയിട്ടവന്മാർ അധികം കാലത്തും ധാരാളം മഹാഭാവികളെന്നാണ് ഞാൻ പോലീസിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തിലകവെട്ട് വന്നാൽ തന്നെ സംശയിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തിലകവിടുന്ന് നിർത്തിയത്. കാരണം തിലകവെട്ടിയെല്ലാം കള്ളന്മാരാണ്. അതുപോലെ ഈ താടി വെച്ചവരെല്ലാം നല്ല ഇസ്ലാമിക ജീവിതം നയിക്കണമെന്ന് പറയാൻ ഒക്കില്ല. ഞാൻ കാട് കയറി സംസാരിക്കുന്ന ഒരു ടെൻഡൻസി വന്നു. അപ്പോൾ വർഗീയതയെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമുക്കിടെ ഈ സബ്ജക്ട് വളരെ ശരിയാണ്. നിങ്ങൾ മൗലിക ഭാഗത്തിലേക്ക് തന്നെ പോകണം. ഇസ്ലാമിന്റെ ജീവിത രീതി നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അത് സംഘടിച്ച് നമ്മുടെ NDF-കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ PDP-യുടെ അനുയായികളോ ചില മറ്റ് ലഷ്കർ ഇ തയ്യബക്കാരോ ജയ്സെ മുഹമ്മദിന്റെ ആളുകളോ ഹുദബുൽ മുജാഹിദിനോ ചെയ്യുന്നത് പോലെ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം അവർ ചെയ്തത്. ജിഹാദ് എന്ന് പറയുന്നത് ജിഹാദ് വിരുദ്ധ പ്രവർത്തനമാണ്. മുനീർ സാറിന്റെ ഒരു പുസ്തകമുണ്ട്, ജിഹാദ് അർത്ഥവും അനർത്ഥവും.
എന്താണ് തീവ്രവാദം? ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. KNMന്റെ ബാക്ക്ഗ്രൗണ്ടില് അതിപ്രശസ്തനായ മഹാനായ അദ്ദേഹത്തിന്റെ മുഹമ്മദ് കോയ സാറിന്റെ മകൻ എഴുതിയതാണ്. അതുകൊണ്ട് എല്ലാ രീതിയിലും വായിക്കണം. ഒരു പാഠപുസ്തകമായിട്ട് അത് വാസ്തവത്തിലെ മദ്രസകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ജിഹാദെ അക്ബർ, എന്താണ് ജിഹാദെ അഷ്കർ, എന്താണ് ജിഹാദെ കബീർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്നതെല്ലാം ജിഹാദെ അഷ്കറാണ്. തനിക്കെതിരായി ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരണമെങ്കിൽ അവനെ കൊല്ലാൻ മാത്രമേ അനുവാദമുള്ളൂ. ജിഹാദെ അക്ബറാണ് ചെയ്യേണ്ടത്. മനസ്സിനകത്ത് തെറ്റായ ചിന്ത വന്നാല് അതിനെ അവിടെ വെച്ച് തന്നെ ഹനിച്ചു കളയണം, നശിപ്പിച്ചു കളയണം എന്നാണ് ജിഹാദെ അക്ബർ പറയുന്നത്. ഗ്രേറ്റർ ജിഹാദ്, മഹത്തായ ജിഹാദാണ്. അങ്ങനെ ജിഹാദാണെങ്കിൽ ഇത്രയും കറപ്ഷൻ നടക്കുമോ? ഇവിടുത്തെ ഹവാല ഡീലിംഗ്സിലും എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസിലും പ്രൊപ്പോർഷനേറ്റ് മുസ്ലിംസ് ഉണ്ട്. അതുപോലെ ഹിന്ദുക്കളുമുണ്ട്. ഹിന്ദുക്കൾ കൂടുതലാണ് അവരുടെ സംഖ്യ അനുസരിച്ചിട്ട്. ഇത്രയധികം അഴിമതി ഇന്ത്യയിൽ നടക്കുന്നതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മാറി നിൽക്കാനൊക്കെ. ഞാൻ എന്റെ കൂടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ചതുർവേദികളും നമ്പൂതിരിമാരും ഉന്നതന്മാരായ വൈശ്യ കമ്മ്യൂണിറ്റി, അതായത് ഈ മർച്ചന്റ് കമ്മ്യൂണിറ്റി എന്നുള്ള എല്ലാ സബ് ഇൻസ്പെക്ടേഴ്സ് വർക്കുകളുണ്ട്. 100% സബ് ഇൻസ്പെക്ടേഴ്സ് കറപ്റ്റ് ആയിട്ട് പോയി. കാരണം ഞങ്ങളെ പോലുള്ള IPS കാരണമാണ്. അവർക്ക് പല ഡിമാൻഡ്സ് കൊടുക്കും. അത് കൊണ്ടുവരണം, ഇത് കൊണ്ടുവരണം. ഒരു സ്ഥലത്ത് പോയാൽ സാധാരണ സ്ഥലത്ത് താമസിക്കില്ല, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം. സബ് ഇൻസ്പെക്ടർ എവിടുന്ന് പൈസ കൊടുക്കും? അയാൾക്ക് കറപ്ഷൻ നടത്തേണ്ടി വരും. ആ രീതിയിലാണ് ഈ കറപ്ഷന്റെ കാരണം. അതാണ് മാസപ്പടി കൂടുന്നത്. ഇതൊക്കെയാണ് അപ്പൊ ഈ ഞാൻ വിശ്വാസ സമർപ്പണത്തിനെ പറ്റി പറയുന്ന ഒരുപക്ഷെ നിങ്ങളെ ഇപ്പോ എന്നെ ഇന്ന് പ്രവേശിക്കുന്നത് ഗോദ്ര സംഭവവും എങ്ങനെയാണ് ഗുജറാത്തിൽ നടന്നുള്ളതാണ്. ഈ ഇന്ത്യയിലെ വർഗീയവൽക്കരണം ഇതിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ്. അതിനെപ്പറ്റി ഒരു സംശയമില്ല. കാരണം 1857 ശിപായി ലഹള നയിച്ചവര് എല്ലാവരും തന്നെ കാൺപൂരിലും മീററ്റിനുമുള്ള ബ്രാഹ്മണ സ്റ്റേഷന്മാരായിരുന്നു. മംഗൾ പാണ്ഡെ, നാനാ സാഹേബ് ബ്രാഹ്മണനാണ്, താന്തിയ തോപ്പെ ഇവരായിരുന്നു. അജ്മൽ ഖാൻ ഉണ്ടായിരുന്നു, ഝാൻസി റാണി ക്ഷത്രിയ. ഇവരെല്ലാരും തന്നെ ഡൽഹി പിടിച്ചെടുത്തതിനു ശേഷം വെറുതെ ഉറക്കം തൂങ്ങി കവിത എഴുതിക്കൊണ്ടിരുന്ന ബഹദൂർ ഷായാണ് രാജാവാക്കിയത്. അല്ലയോ ബഹദൂർ ഷായെ, നിങ്ങളാണ് ഞങ്ങളുടെ രാജാവ്, അല്ലാതെ ഈ പിറങ്ങികളല്ല. നിങ്ങൾ അധികാരം എടുക്കണം. അയ്യോ, എനിക്ക് അധികാരം എടുക്കാൻ ഞാൻ കവിത എഴുതാനാണ് ഇഷ്ടം. അതായിരുന്നു അന്നത്തെ മനോഭാവം. അത് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അന്ന് തൊട്ടാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ തുടങ്ങിയത്. 1885 കോൺഗ്രസ് സ്ഥാപിച്ചതിന് ശേഷം അതിനെതിരായിട്ട് ബദലായിട്ട് ഡാക്കയിലെ നവാബും ബനാറസിലെ രാജാവും നോക്കണം. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഹിന്ദുസ്ഥാനി അസോസിയേഷൻ ഉണ്ടാക്കിയത്. ഇത് ഹിന്ദുസ്ഥാനി അസോസിയേഷൻ ബ്രിട്ടീഷുകാരുടെ ചംച അസോസിയേഷൻ ആയിരുന്നു. പിന്നീടുള്ള മുസ്ലിം ലീഗിലെ നേതാക്കന്മാരും ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാരും RSS സ്ഥാപിച്ചപ്പോൾ 1921 സ്ഥാപിച്ചപ്പോഴുള്ള നേതാക്കന്മാരെല്ലാം ഈ സമ്മേളനത്തിന്റെ പ്രോഡക്ട്സ് ആണ്. അന്ന് തൊട്ടാണ് ഇത് വന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ നെഹ്റുവിന്റെ കാലഘട്ടം വളരെ നല്ലതായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി നടപ്പാക്കിയതോടെ ഈ വർഗീയവാദികൾക്ക് വളരെയധികം പ്രാധാന്യം കിട്ടും. ഈ വർഗീയവാദികൾ RSSലെ സംഘപരിവാറിലെ നേതാക്കന്മാരും സോഷ്യലിസ്റ്റുകാരും സർവോദയക്കാരും മാർക്സിസ്റ്റുകാരും ഇവരെല്ലാം തന്നെ ഒരു ജയിലിൽ അടയ്ക്കപ്പെട്ടു. അപ്പൊ അവർക്ക് റെസ്പെക്ടബിലിറ്റി കിട്ടി. ഞങ്ങളും ഈ ഇന്ദിരാഗാന്ധിയുടെ എമർജൻസിയിലെ പീഡിതർ, ഞങ്ങൾ അടിയന്തര വ്യവസ്ഥ പീഡിതരാണ്. അപ്പൊ ആ പീഡിതന്മാരെല്ലാം കൂടെ ഒരു യോജിപ്പ് വന്നുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടായത്. ആ ജനതാ പാർട്ടിയുടെ കാലത്താണ് ഇന്ത്യയിൽ വർഗീയവൽക്കരണത്തിന് വലിയ ആക്കം ഉണ്ടായത്. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റ്സ് ആണോ അന്നത്തെ അൺഡിവൈഡഡ് ജനസംഘത്തിലെ ആളുകൾ വന്നു ഭരിച്ചത്, വാജ്പേയി സാറിനെ പോലുള്ള ആളുകൾ, അവിടെയെല്ലാം ഹിന്ദുവൽക്കരണം, കാവ്യവൽക്കരണം വളരെ ശക്തമായി നടന്നു. അത് അവരുടെ രീതിയാണ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ശാന്തമായി പോയതായിരുന്നു. പക്ഷേ ഏറ്റവും ദുഃഖകരമായ കാര്യം 1986 ഷാബാനൂർ കേസിനെതിരായുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനം ഒരു വലിയൊരു പണ്ടോറാസ് ബോക്സ്, ഒരു നാശത്തിന്റെ ഒരു ചെപ്പ് തുറന്നു വയ്ക്കുകയായിരുന്നു. അതിന് കഴിഞ്ഞ ശേഷം വിത്ത് റെസ്പെക്ട് മുള്ളാസ്